ഹേയ്, അസ്സലാമു അലൈക്കും. ചിലപ്പോൾ നമ്മളൊരു കാര്യത്തെ വെറുക്കുന്നുണ്ടാവും, പക്ഷേ അതായിരിക്കും നമ്മൾക്ക് നല്ലത്. ആൻഡ് മേ ബി നമ്മളൊരു കാര്യത്തെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷേ അതായിരിക്കും നമ്മൾക്ക് മോശം. നമ്മൾക്കൊന്നും അറിയില്ലെങ്കിലും അള്ളാഹു ഇതിനെക്കുറിച്ച് എല്ലാം അറിവുള്ളവനാകുന്നു. ഇത് ഖുറാനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ്. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും, ഇവൻ ജസ്റ്റ് നമ്മൾ വളരെ കുറച്ച് ദിക്റുകളാണ് എല്ലാ ദിവസവും ചെല്ലുന്നതെങ്കിലും അതിന് വേറെ തന്നെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഓൾസോ നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ച്, അള്ളാഹുവിൻ്റെ പ്ലാനിൽ വിശ്വസിച്ച് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും, ഓൾസോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ക്ഷമയുള്ളവരാകുമ്പോൾ ഒരുപാട് റിവാർഡ്സ്, ഒരുപാട് കൂലികളാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ പ്ലാനിൽ വിശ്വസിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളത് നോക്കിയാലോ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ വിഷമങ്ങളും നമ്മളുടെ ലൈഫിൽ വന്നാൽ നമ്മൾ അതിനെ ക്ഷമ കൊണ്ട് നേരിടുക. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കണമെങ്കിൽ അതിനൊക്കെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലാൻ ചെയ്തതാണ്. ഇതാണ് എനിക്ക് ഹയറായിട്ടുള്ള വഴി എന്ന് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നെക്സ്റ്റാണ്, നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരാണോ അവനവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നത് അവനാണ് ഏറ്റവും വലിയ ബലമുള്ള ആൾ. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് റിയാക്റ്റ് ചെയ്യാതെ നമ്മൾ സൈലൻ്റ് ആവുക. നമുക്കെല്ലാവർക്കും നമ്മളുടെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും, അല്ലേ? നമ്മൾ മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൺട്രോളിലല്ല. ചിലത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയെക്കുറിച്ചുള്ള ആ ഒരു പേടിയും ടെൻഷനും ഒക്കെ ഒന്നും കൂടെ കുറഞ്ഞ് അള്ളാഹുവിനെ നമ്മൾക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റും. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അള്ളാഹുവിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്യുക. നമ്മളുടെ മൈൻഡ് തന്നെ ഒരുപാട് ചേഞ്ച് ആവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ കൂട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ്. ട്രസ്റ്റ് മീ, നിങ്ങളുടെ ലൈഫ് തന്നെ ഒരുപാട് മാറും. സോ എങ്ങനെ അള്ളാഹുലേക്ക് ക്ലോസ് ആവാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ മാക്സിമം ഇസ്ലാമിനെ കുറിച്ച് അറിവ് നേടാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് ഒരുപാട് സൗകര്യമുണ്ട് അതിന്. നമ്മളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാൻ പറ്റും. നമ്മൾ ഫ്രീ ആയ ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടു ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് അറിവ് നേടുന്ന പ്രഭാഷണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നബിമാരുടെ ചരിത്രം കേൾക്കുകയോ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിന് വല്ലാത്തൊരു പീസ്, ഒരു സമാധാനം കിട്ടും. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അള്ളാഹുവിനോടുള്ള ആ ഒരു സ്നേഹം കൂടിക്കൂടി വരും. ആൻഡ് നമ്മൾക്ക് ഇവിടെ കിട്ടാത്തതൊക്കെ നമ്മൾക്ക് പരലോകത്ത് വെച്ച് കിട്ടും, ഇൻഷാ അല്ലാ. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അവിടെ കൂലി ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ വരും, ഇൻഷാ അല്ലാ. അതുവരേക്കും അസ്സലാമു അലൈക്കും.